എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു മൊബൈൽ ഫോൺ അൺബോക്സിംഗ് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഇതെൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വാങ്ങിയ ഒരു മൊബൈൽ ഫോണാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. അപ്പോൾ മകൻ ഒരല്പം കുസൃതിക്കാരനാണ്. അപ്പോൾ നിലവിൽ കയ്യിലുണ്ടായിരുന്ന ഒരു റെഡ്മിയുടെ ഫോണായിരുന്നു കൈവശം ഉണ്ടായിരുന്നത്. അത് ഈ മോൻ കൂടുതലായിട്ട് ഈ മൊബൈൽ ഫോൺ കളിച്ച് ഗെയിമൊക്കെ എടുത്ത് കളിച്ച് ആ മൊബൈൽ ഫോൺ കളഞ്ഞു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീടുകളിലൊക്കെ കുട്ടികളങ്ങ് വിളയാടുകയാണ്. അങ്ങനെ പോയതാണ് ആ ഫോൺ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ എന്നോട് വിളിച്ച് പറഞ്ഞു, ഈ മോൻ വീണ്ടും ഫോണൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്കൊരു റീസണബിൾ ആയ നിരക്ക് കിട്ടുന്ന ഒരു ഫോൺ വേണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ കുറേ കൂട്ടുകാരുമായൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവരിൽ നിന്ന് ലഭിച്ചൊരു വിവരം അടിസ്ഥാനത്തിൽ നമ്മൾ റിയൽമിയുടെ 5i എന്ന മോഡൽ വാങ്ങുവാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. റിയൽമിയുടെ 5i കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന നിരക്കിന് നമുക്ക് വളരെ ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണെന്നാണ് അറിഞ്ഞത്. അതനുസരിച്ചാണ് നമ്മൾ വാങ്ങിയത്. അതനുസരിച്ച് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ലോക്ക്ഡൗൺ ആയിട്ട് കടകളിലൊക്കെ സാധനം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തു. ഇന്ന് രാവിലെ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽസ്മാൻ ആ ഫോൺ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്കൊന്നത് അൺബോക്സ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫോണിനെ ഒന്ന് ആദ്യം തന്നെ കാണാം. ഇതാണ് ഫോൺ. ഒരു കാര്യം മറന്നുപോയി. നമുക്കിപ്പോൾ കോവിഡിൻ്റെ കാലമാണ്. ഇപ്പം ഈ ഏത് പ്രോഡക്റ്റ്, ഓൺലൈൻ പ്രോഡക്റ്റുകൾക്കൊക്കെ ആകെ നിരോധനമായിരുന്നല്ലോ, നിയന്ത്രണമായിരുന്നല്ലോ. അപ്പം ഏതായാലും നമ്മളൊരു സുരക്ഷ കരുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച ശേഷം തുടങ്ങാം. ഹാൻഡ് സാനിറ്റൈസർ നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഫ്ലിപ്കാർട്ട് എഴുതിയിട്ടുണ്ട്. പൊട്ടിക്കേണ്ട പ്രധാന സാധനം നൈഫ്. നമ്മുടെ കട്ടറൊന്നും നമ്മൾ കരുതിയിട്ടില്ല. തൽക്കാലം കൈകൊണ്ട് തന്നെ പൊട്ടിക്കുകയാണ്. ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാണുക. ഫോണിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത കടമ്പയിലേക്ക് കടക്കാം. ഇനി കവർ പൊട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ കടമ്പ. ഇനി നമ്മൾ ഫോണങ്ങ് പൊട്ടിക്കുകയാണ്. അതിൻ്റെ കവർ പൊട്ടിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെയുള്ള ഗൈഡും അതുപോലെ ഇതിൻ്റെ മറ്റ് വാറണ്ടി കാർഡും ഒക്കെയാണ്. അതെല്ലാം സാധാരണ ഫോണുകൾക്കുള്ള പോലെ തന്നെ. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമുക്ക് ഫോണിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. നമ്മുടെ ഫോണാണ്. വളരെ സ്ലിമ്മായ ഒരു ഫോണാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആകർഷകമാണ്. ഇനി നമ്മുടെ കവർ ഒന്നുകൂടി തുറക്കുവാനുണ്ട്. ഇതിന് 12 MBയുടെയും 8 MBയുടെയും അതുപോലെ തന്നെ 2 MBയുടെ 2 ക്യാമറകൾ വീതം, അങ്ങനെ 4 ക്യാമറകളാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ളത്. 18 MBയുടെയാണ് ഫ്രണ്ട് ക്യാമറ. 5000 mAh ആണ്. ചെയ്യുന്നത് പച്ച നീല നിറങ്ങളിലാണ് ഇത് വിപണിയിൽ ഇറങ്ങുന്നത്. 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ റേറ്റാണ്. ഇതിന് 10,999 രൂപയായിരുന്നു ഇതിൻ്റെ ഇപ്പോഴത്തെ നിരക്ക്. ഇത് 9,999 രൂപയ്ക്കാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം,
റീസണബിളായ ഒരു റേറ്റ് കിട്ടുന്ന ഒരു ഫോണാണിത്. നമുക്ക് റഫ്യൂസിനൊക്കെ തൽക്കാലം ഉപയോഗിക്കാം. എന്നാൽ റിയൽമി അതിനൊത്ത വാറണ്ടി നൽകുന്നുണ്ട്. 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജർ പറയുന്നത്. ചാർജിങ് ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ ഫുൾ ചാർജ് ആകാനായിട്ട് വേണ്ടി വരും എന്നുള്ളതൊരു ചെറിയ ന്യൂനതയാണ്. എങ്കിലും സാധാരണ രീതിയിൽ ആളുകൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരിക്കൽ കൂടി ഈ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയാണ്. നമ്മുടെ എല്ലാ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ കോവിഡ് കാലത്ത് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ ഉപയോഗം എല്ലാവരും ശീലമാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ആക്കിയിടുക. എല്ലാവർക്കും നന്ദി.